കല്യാണി, എന്താ നിനക്ക് എന്താ പറ്റിയത്? ഞാനിവിടെ കണ്ടതാ. എന്ത് കണ്ടു? ആരെ കണ്ടു? എന്താ കല്യാണി? ഞാൻ കണ്ടതാ. എന്താ കണ്ടതാ? എന്താ? വലിഞ്ഞു വാ, വലിഞ്ഞു വാ കല്യാണി, വലിഞ്ഞു വാ. എങ്ങോട്ടായി പോന്നേ? ചേച്ചി, ആ കല്യാണിയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാനാ എനിക്ക് ആദ്യം തോന്നിയത്. പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവരെന്നെ പച്ചയ്ക്ക് കത്തിക്കുമായിരുന്നില്ലേ? സത്യം ആന്റി, ആനന്ദും അരവിന്ദും കൂടി ആന്റിയെ കൊന്നിരിക്കുമായിരുന്നു. അതിന് സംശയം വേണ്ട. എന്റെ പ്രിയങ്കേ, ഞാൻ ആ സമയത്ത് അനുഭവിച്ച ടെൻഷൻ, ഭൂമി അങ്ങ് രണ്ടായി പിളർന്നിരുന്നുവെങ്കിലെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചുപോയി. എന്റെ മൂക്കിലേക്ക് മരണത്തിന്റെ മണമടിച്ചു. ആ സമയത്ത് എല്ലാരും ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. തൃച്ചംബരത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. ആ നന്ദന ഒഴികെ. അവളന്ന് നാട്ടിൽ പോയിരിക്കായിരുന്നു. പിന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു ആന്റി? അത്ഭുതകരമായൊരു രക്ഷപ്പെടൽ. അത് ദേ കുറിപ്പ് പറഞ്ഞു തരും. ഒന്ന് പറഞ്ഞു കൊടുക്ക്. എത്രയേറെ ശ്രദ്ധിച്ചിട്ടും കല്യാണി എന്റെ പുറകെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല. കല്യാണിയുടെ വലിയ കുഞ്ഞെന്നുള്ള അലർച്ച കേട്ടതും എന്താ കൃഷ്ണേട്ടാ, എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. ആലോചിക്കാൻ എന്നും ഉണ്ടാവുമല്ലോ 100 കാര്യങ്ങൾ.
ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ആയുസ് അറ്റുപോകുന്നാ തോന്നുന്നത്. ഇപ്പൊ എന്തു പറ്റി കൃഷ്ണേട്ടാ? ഞാൻ അടഞ്ഞെടുക്കുന്ന ആ റൂം വരെ ഒന്ന് പോയി നോക്കി. കല്യാണി ആരെയോ കണ്ടെന്ന് പറഞ്ഞ റൂം. എന്നിട്ട് ഹലോ, ഹലോ. ഹലോ, ഹലോ. ആരാകത്ത്? ഹലോ. എന്തൊക്കെയോ ശബ്ദം കേട്ടു. ചിലപ്പോ എനിക്ക് വെറുതെ തോന്നിയതാവാം. ഏതായാലും കുറുപ്പേ, സർ, ആ മുറിയൊക്കെ തുറന്ന് വേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റണം. ചെയ്യാം സർ. ഇന്ന് തന്നെ ചെയ്യണം. ആ ശരി സർ. നീ ക്ഷേത്രത്തിൽ പോയല്ലോ? അതെ കൃഷ്ണേട്ടാ, ഞാൻ കൃഷ്ണേട്ടൻ ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യമായിട്ട് തന്നെ പോയത്. കല്യാണി എന്തോ കണ്ട് പേടിച്ചത്രേ. അതാ ഇന്നലെ പിച്ചും പേയും ഒക്കെ പറഞ്ഞത്. ദോഷം മാറാൻ ചരട് ജപിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു പഴയ അമ്പലോ കുറുപ്പ വഴി പറഞ്ഞു തന്നത്. നല്ല ഐശ്വര്യമുള്ള ക്ഷേത്രം. അവിടുത്തെ തിരുമേനി പ്രശ്നകാരി കൂടിയാണ്. ദാസേട്ടൻ കല്യാണിയോടൊപ്പം ഉണ്ടെന്നാണ് തിരുമേനി പറയുന്നത്. അതിന്റെ അവളിൽ കാണുന്ന ഈ മാറ്റമൊക്കെ അപകടമരണമായിരുന്നുവല്ലോ. കർമ്മങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ആ സ്ഥിതിക്ക് തിരുമേനി പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും. അതെ സാറേ, മുതുകാട്ടുകര ക്ഷേത്രത്തിലെ തിരുമേനി ഗണിച്ചു പറഞ്ഞാൽ അത് അച്ചട്ട. കൃഷ്ണേട്ടൻ അകത്തേക്ക് വാ. എനിക്ക് എല്ലാവരുമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരോടും കൂടി സുപ്രധാനമായൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പ്രതീക്ഷകൾക്ക് വിപരീതമായി ജീവിതത്തിൽ പല കാര്യങ്ങളും വന്നു ചേരും. വിവേകമില്ലാത്ത, വികാരങ്ങൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ പല തീരുമാനങ്ങളും എടുത്തൊന്നും വരാം. വിവേകപൂർവം എടുത്ത തീരുമാനങ്ങൾ പിന്നീട് മാറ്റിയെന്നും വരും. അതൊക്കെ മനുഷ്യ സഹജമാണ്.
അങ്ങനെ എടുത്തുപോയ തെറ്റായ ഒരു തീരുമാനം ഞാൻ ഇപ്പൊ തിരുത്തുകയാണ്. അഖില എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. പറയാം കൃഷ്ണേട്ടാ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡറായി നാളെ മുതൽ കല്യാണിയെ വീണ്ടും നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു. അഖില, എനിക്ക് എന്താ എന്റെ ഈ തീരുമാനം എല്ലാവർക്കും സമ്മതമല്ലേ? എന്താ അരവിന്ദ്, നിനക്ക് വല്ല എതിരഭിപ്രായം ഉണ്ടോ? നന്ദന, നിനക്കെന്തെങ്കിലും? നീയാണല്ലോ ഇപ്പൊ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. സന്തോഷമുള്ളൂ അമ്മേ. എന്താ കൃഷ്ണേട്ടാ? കൃഷ്ണേട്ടൻ എന്തു പറയുന്നു? സന്തോഷമാണെന്ന് പ്രത്യേകിച്ച് പറയാനുണ്ടോ അഖില? ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ കല്യാണി, നിനക്കെന്തെങ്കിലും ഇഷ്ടപ്പെടായികയുണ്ടോ? അമ്മ, അത് ആനന്ദൊന്നും പറയണ്ട. ഇത് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനം. മനസ്സിനെ നീറ്റിക്കൊണ്ടിരിക്കുന്ന ഓർമ്മകളിൽ നിന്നും കല്യാണി മാറണം. എങ്ങനെയും ആ കല്യാണി അത് കണ്ടുപിടിക്കും. യെസ്, കല്യാണിക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് ആ സംശയം അവൾ ആനന്ദിലേക്ക് പകരും. ആനന്ദിന് സംശയം ഉണ്ടായ പിന്നെ സൂക്ഷിക്കണം. നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയും. അതുകൊണ്ട് താമസിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. അഖിലയെ ഇന്ന് തന്നെ തൃച്ചംബരത്തുനിന്ന് മാറ്റണം. കല്യാണി, നീ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ? കൊള്ളാം, നീ ഇപ്പോഴും ചിന്തയൊന്നും വിട്ടിട്ടില്ലേ? ദേ നോക്ക്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഈ സമയത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും പാടില്ല എന്ന്. മനസ്സിലെപ്പോഴും സന്തോഷമായിരിക്കണം. എന്നാലേ ഇതുപോലെ ചെമ്പരത്തിച്ചേലുള്ള മിടിക്കായ ഒരു മുള കിട്ടും. നീ കേട്ടിട്ടില്ലേ, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വലിയ വലിയ കണക്കുകൾ ചെയ്യിപ്പിക്കുകയും പസിൽ ഗെയിമുകളൊക്കെ കളിപ്പിക്കുകയും ചെയ്യും. എന്തിനാണെന്നറിയോ? എന്തിനാ? ജനിക്കുന്ന കുഞ്ഞിന് നല്ല ബുദ്ധി വരാൻ. പക്ഷേ എനിക്ക് വേണ്ടത് എല്ലാരെയും സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുന്ന ഇതേ മനസ്സുള്ള ഒരു കൊച്ചു കല്യാണിക്കുട്ടിയാ. കൃഷ്ണേട്ടൻ അറിയല്ലോ, ഞാൻ ഇന്നും ഈ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്നത് കല്യാണി ഒരൊറ്റ ആൾക്കാരനോ അവളുടെ ഒരു ഔദാര്യോ കൃഷ്ണേട്ടായത്. ഞാൻ ഡോക്ടറെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങിച്ചതായി ഗുളിക. കൃഷ്ണേട്ടൻ അത് കല്യാണിക്ക് കൊടുക്കണം. എനിക്ക് തൽക്കാലം അവളെ ഫേസ് ചെയ്യാൻ വയ്യ. ചിലപ്പോ ഞാൻ കരഞ്ഞു പോകും. ചെല്ലു കൃഷ്ണേട്ടാ, അവള് കിടക്കുന്നതിന് മുൻപ് ഇത് കൊടുക്ക്. അവള് സമാധാനമായിട്ട് ഉറങ്ങട്ടെ. എന്റെ മരുമകളുടെ ടെൻഷനൊക്കെ മാറിയോ? അഖിലയുടെ ചരടും പൂജയും ഫലം കാണിക്കാതിരിക്കില്ല. അതുമാത്രമല്ല, അഖില പറഞ്ഞതുപോലെ കല്യാണി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസഡർ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് എൻഗേജഡ് ആവുമ്പോ എല്ലാം മാറിക്കൊള്ളും. ആ ആനന്ദ്, വൈകാതെ നീയും കമ്പനി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങണം. അച്ഛാ, അത് ഞാൻ അറിയാം. നീ പുതിയതായി തുടങ്ങിയ കമ്പനിയുടെ കാര്യമല്ലേ, അത് ഇതിനോടൊപ്പം നടന്നോളൂ. ഞാൻ ഇങ്ങോട്ടൊന്ന് കാര്യം പറഞ്ഞു. ഈ ടാബ്ലറ്റ് ഡോക്ടർ തന്നതാ. ഇത് കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ. പിടിക്ക. കഴിക്കണം. അഖില ഓർമ്മിപ്പിച്ച് തന്നു വിട്ടതാ.
മൂത്ത മരുമകളുടെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു കരുതലില്ലേ എന്ന് എനിക്കൊരു തോന്നി. ഗുളിക കഴിച്ചിട്ട് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മേ, അമ്മേ, അയ്യോ എന്തുപറ്റി അമ്മേ? മാഡം, അമ്മേ, ഭവിഷ്യത്തുകളൊക്കെ മുൻകൂട്ടി കണ്ടേ ഈ നാഗമടുത്ത പ്രിയങ്ക ഓരോ കാര്യങ്ങളും ചെയ്യൂ. രാജരാജേശ്വരി ആന്റി ഉടുക്കുന്ന അതേ തരം സാരി തന്നെ അഖിലയ്ക്കും കൊടുക്കണമെന്നും രണ്ടുപേരും ഒരേ തരം സാരി തന്നെ ഉടുക്കണമെന്നും ഞാൻ നിർബന്ധം പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ ആന്റിക്ക് മനസ്സിലായോ? മനസ്സിലായി. നിന്റെ ദീർഘവീക്ഷണത്തിന് അഭിനന്ദനം. ഇതൊക്കെ ഒരുതരം സാഹസികതയാ. പക്ഷേ ഈ സാഹസികതയൊക്കെ ഞാൻ ആസ്വദിക്കും. ജീവിതത്തിലെ എന്റെ എന്റർടൈൻമെന്റാ ഇതൊക്കെ. ചിലപ്പോഴൊക്കെ തോന്നും ആന്റി ഞാനൊക്കെ ഈ കാണിക്കുന്നത് ഒരുതരം കൈവിട്ട കളിയല്ലേന്ന്. ശരിയാണ്, കൈവിട്ട കളി തന്നെയാണ്. പക്ഷേ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഏത് ഗെയിമിന് നമ്മൾ ഇറങ്ങിയാലും അത് വിജയിച്ചിരിക്കും. നീ സംസാരിക്കുന്ന കേട്ടാ തോന്നും ഞാനെന്തോ ഭീരുവാണെന്ന്. ഒരിക്കലും ഇല്ല ആന്റി. നാഗമടുത്ത് പ്രിയങ്കയ്ക്ക് രാജരാജേശ്വരി വലിയ ബഹുമാനോ. കാരണം 10 തലയുള്ള രാവണനെ പോലെയാ തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ. തൂണിലും തുരുമ്പിലും ഏത് നിലവറകളിലും പതിയുന്ന അവന്റെ കണ്ണുകളെ കബളിപ്പിച്ച് തൃച്ചംബരത്തെ ഇത്രനാൾ ജീവിച്ചതല്ലേ. അതിനൊരു പൊന്മോതിരം പോരാ സമ്മാനം. നിങ്ങൾക്ക് ഒരു ടെൻഷനുമില്ല. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എങ്ങാനും ഉണർന്നാലുള്ള കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ടെൻഷൻ ആവാതെ ശ്രീയേട്ടാ. ക്ലോറോഫോമിന്റെ മയക്കത്തിൽ നിന്നും അഖില ഉണരും മുമ്പേ ഡോക്ടർ മേളിൻ അവിടെ എത്തും. അക്കാര്യത്തിലൊന്നും ഭയപ്പെടണ്ട. ഇനി അഖിലയെ എങ്ങനെ അവിടെ നിന്ന് തിരിച്ചെടുക്കും എന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കുറുപ്പേട്ടനാണല്ലോ. എടുക്കെടുക്ക്. എന്താ അവിടുത്തെ അവസ്ഥയും തിരക്ക്? ഹലോ കുഞ്ഞെ, രാജേശ്വരി മേഡത്തെ കാണാനില്ല. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ആരെങ്കിലും കണ്ടാൽ അതോടെ തീർന്നുമില്ല. ചെറിയൊരു പിഴവ് കൊണ്ട് സംഭവിക്കാൻ പോകുന്നതിന്റെ അപകടം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? അത് കുഞ്ഞെ, ഏതായാലും അധികം പേടിക്കണ്ട. രാജരാജേശ്വരി മാഡം ഞങ്ങളോടൊപ്പം ഉണ്ട്. അവിടെ എന്തായിന്ന് പറയും. അഖില മേഡം മയങ്ങിക്കിടക്കുന്നു. എല്ലാവരും വളഞ്ഞുകൂടി നിൽപ്പുണ്ട്. ആനന്ദ് സാറ് ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. അവന്റെ ഡോക്ടർ വരുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്ടർ അവിടെ എത്തും കുറുപ്പേട്ട. കുറുപ്പേട്ടൻ പേടിക്കണ്ട.